സ്പോർട്സ് കൗൺസിലിന് കീഴിലുള്ള സ്പോർട്സ് ഹോസ്റ്റലിലെ താൽക്കാലിക ജീവനക്കാർ ശമ്പളമില്ലാതെ പ്രതിസന്ധിയിൽ. ഉടൻ കുടിശ്ശിക അനുവദിക്കുമെന്ന മന്ത്രി വി അബ്ദുറഹ്മാന്റെ വാഗ്ദാനവും നടപ്പിലായില്ല. പരമ്പള്ളി നഗർ ഹോസ്റ്റലിലെ മെസ് ജീവനക്കാർ പണിമുടക്കി പ്രതിഷേധിച്ചു. ഓഗസ്റ്റ് മുതൽ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിക്കിടക്കുകയാണ്. ഒക്ടോബറിൽ ജീവനക്കാർ സൂചനാ പണിമുടക്ക് തീരുമാനിച്ചതോടെ 2 ദിവസത്തിനകം പണം നൽകാമെന്ന് മന്ത്രി നേരിട്ട് ഉറപ്പ് നൽകി. 2 ആഴ്ചയ്ക്ക് ശേഷം 3 കോടി രൂപ അനുവദിച്ചുവെന്ന മന്ത്രിയുടെ പ്രഖ്യാപനവും വന്നു. എന്നാൽ താൽക്കാലിക ജീവനക്കാർക്ക് ഇതുവരെ ശമ്പളം ലഭിച്ചിട്ടില്ല. 4 മാസത്തോളം ശമ്പളം ഇപ്പോൾ ഡിസംബർ വരുമ്പോഴേക്കാവും. ഇത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ കാര്യങ്ങൾ, ഞങ്ങളുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ ഈ കാര്യം ശമ്പളം വേണമെന്നുള്ളത്. അങ്ങനെ പൈസ വന്നെങ്കിൽ അത് ട്രഷറിയിൽ വരും, അത് ശമ്പളമായിട്ട് വീഴുമെന്നാണ് ഞങ്ങളോട് ഇവർ പറഞ്ഞേക്കണം. പക്ഷെ അത് പറഞ്ഞിട്ട് ഇപ്പോൾ 20 ദിവസമായി. രാവിലത്തെ പരിശീലനത്തിന് ശേഷം ഭക്ഷണം കഴിക്കാതെയാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോയത്. പക്ഷേ ജീവനക്കാരുടെ സമരത്തിന് കുട്ടികൾ പൂർണ്ണ പിന്തുണ നൽകുന്നു. സംസ്ഥാനത്തുടനീളം 130ഓളം താൽക്കാലിക ജീവനക്കാരാണ് സ്പോർട്സ് ഹോസ്റ്റലുകളിലുള്ളത്. പ്രതിദിനം 600 രൂപ നിരക്കിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. ഭാവി താരങ്ങളെ വാർത്തെടുക്കുന്നവരെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് മന്ത്രിയും സർക്കാരും. ഇതോടെയാണ് കടുത്ത തീരുമാനത്തിലേക്ക് പോകാൻ ജീവനക്കാർ തീരുമാനിച്ചത്. നിതിൻ സേവ്യർ, മീഡിയ 1, കൊച്ചി.